കല്യാണത്തിന്റെ തലേന്ന് പോലും നിന്റെ ഒന്നും മനസ്സ് ശുദ്ധമല്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്താ രാംകുട്ടി, എന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ? ഇവന്റെ കൂടെയുള്ള അഴിഞ്ഞാടലും നിർത്താറായില്ലെന്ന് എനിക്കിനി. കളിക്കൂട്ടുകാരനെ മുറച്ചക്കനാന്നൊക്കെ പറഞ്ഞു എന്ത് തോന്നിയ സാവന്ന രാമൻകുട്ടി എന്തൊക്കെയാ പറയുന്നേ? ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായ? വേണ്ട, എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. എന്നോട് നീ പറഞ്ഞിട്ടില്ലേ നീ ഇവിടെ സ്നേഹിച്ചിരുന്നു? ഇല്ലേ? നീ പറഞ്ഞിട്ടില്ലേ? അതെ, നീ പറഞ്ഞു. നീ എന്നോട് പറഞ്ഞിട്ടില്ലേ ഇവന് നിനക്ക് ഇഷ്ടമാണെന്ന്? വേണ്ട, ന്യായീകരണങ്ങളൊന്നും വേണ്ട. എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് സ്നേഹിക്കാൻ ഒരാള്, കല്യാണം കഴിക്കാൻ വേറൊരാള് അല്ലടി? എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുക. സാറിന്റെ മകളെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധ്യമല്ല. എന്താ ഉണ്ടായേ? ഇവള് ശരിയല്ല ചോട്ടാ. ഇവര് തമ്മിൽ പണ്ട് ഇഷ്ടാ. കല്യാണം ഉറപ്പിച്ചിട്ടും ഇവര് തമ്മിൽ എന്തൊക്കെയാ നീ പറയുന്നത്? ചെറുപ്പം മൂലം ഒരുമിച്ച് വളർന്നവരവര്. ആ ബന്ധം നീ സംശയിക്കരുത്. നീ ഇങ്ങോട്ട് വന്നേ. വേണ്ട, ഈ കാര്യത്തിൽ അച്ഛൻ ഇടപെടണ്ട. എന്റെ വിവാഹം എന്റെ വ്യക്തിപരമായ കാര്യമാണ്. ആയിക്കോട്ടെ, എന്നാലും നിന്റെ അച്ചുവേട്ടനല്ലേ പറയുന്നത്. നീ ബഹളം ഉണ്ടാക്കാതെ വാ. എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഈ കാര്യത്തിൽ എനിക്ക് ആരും ഉപദേശമൊന്നും വേണ്ട. അച്ഛനൊന്ന് പോകുന്നുണ്ടോ? ഈ കല്യാണം നടക്കില്ല. നീ വെറുതെ വേണ്ടാത്തൊന്നും പറയണ്ട. ഈ കല്യാണം നടക്കണം. നീ എന്റെ അനുജനാണെങ്കിൽ ഈ കല്യാണം നടന്നിരിക്കും. അച്ഛൻ എന്താ കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? ഇവളെ എനിക്കിപ്പോ വിശ്വാസമില്ല. കണ്ടവന്റെ ഉച്ചശ എന്റെ തലയെ കെട്ടിക്കാൻ അച്ഛൻ എന്തത്ര നിർബന്ധം? എന്താണ് നീ പറഞ്ഞ്? ഇല്ലാത്ത കഥകളുണ്ടാക്കി ഒരു പെങ്കൊച്ചിന്റെ ജീവൻ തകർക്കാൻ നോക്കിയ തന്റെ മനസ്സിത്ര വൃത്തികെട്ടതാണെന്ന് അറിഞ്ഞില്ല. നിങ്ങളുടെ സ്നേഹത്തിന് കൂട്ടുനിന്നവനാ ഞാനും. ഒടുക്കം താനിവളെ ചതിച്ച ദൈവം പോലും പൊറുക്കില്ല. ഈ കുടുംബത്തെ മുഴുവൻ കണ്ണീരിലാക്കിയിട്ട് കല്യാണം എങ്ങാനും നീ വേണ്ടാന്ന് വെച്ചാ പിന്നെ നീ ഞാനോട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അച്ഛനായി പറഞ്ഞു. വേണ്ട അച്ചുവേട്ടാ, എന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത രാമൻകുട്ടിയെ ഇനി നിർബന്ധിക്കരുത്. എനിക്ക് ഈ വിവാഹം വേണ്ട. ഞാൻ എന്റെ ജീവനേക്കാൾ സ്നേഹിച്ച രാമൻകുട്ടിയല്ല ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. രാമൻകുട്ടി പൊക്കോളൂ. ഇനി ഒരിക്കലും എന്റെ കൺമുമ്പിൽ വരരുത്. ഒരിക്കലും. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കറിയാം. അവളൊരു പാവ. പക്ഷേ എനിക്ക് ഭീതിയുള്ള മാർഗം ഞങ്ങൾ തമ്മിൽ ചേരരുന്ന ഈശ്വര നിശ്ചയം. അവളെ രക്ഷിക്കണം. അച്ചു, എന്റെ അനുജൻ കാണിച്ച നെറുവേടിന് ഞാൻ മാപ്പ് ചോദിക്കേണ്ടത് ഞാനാണ് അച്ചു. നിങ്ങളുടെ ബന്ധം തകർത്തതിന് മനസ്സുകൊണ്ട് പോലും നീ അവനെ ശപിക്കരുത്, വെറുക്കരുത്. എല്ലാത്തിനും കാരണക്കാരൻ ഈ ഞാനാ. എന്നോട് ക്ഷമിക്കടാ അച്ചു. എന്റെ മോളുടെ ജീവൻ വെച്ച് ഇനിയൊരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. വേണ്ട, എല്ലാരും കൂടെ എന്നെ ചതിക്കായിരുന്നു അല്ലേ? എനിക്ക് രാമൻകുട്ടിയെ കാണണം.